ത്യാഗപൂർണമായ സന്യാസ ജീവിതത്തിലൂടെയും സത്യത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും വചനപ്രഘോഷണങ്ങളിലൂടെയും അനന്തമായ ദൈവകാരുണ്യം നിറഞ്ഞ അത്ഭുത കർമ്മങ്ങളിലൂടെയും ദൈവത്തെ കണ്ടെത്തുവാൻ ഏവരെയും പ്രാപ്തരാക്കിയ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുശേഷിപ്പുകൾ നമുക്ക് പുതിയ കല്ലറയിലേക്ക് മാറ്റാം. വിശുദ്ധന്റെ കല്ലറ തുറന്നോളൂ. ദൈവമേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? ദൈവജനമേ, ഇതാ ദൈവത്തിൻ്റെ അത്ഭുതം നിങ്ങൾ കാണുവിൻ. ദൈവസ്നേഹം ചൊരിഞ്ഞ വിശുദ്ധ അന്തോണീസിൻ്റെ നാവ് ഇതാ 32 വർഷങ്ങൾക്ക് ശേഷവും അഴുകാതെ ദൈവം കാത്തുവച്ചിരിക്കുന്നു. അതേ തിരുമേനി, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഒരു യഥാർത്ഥ പുരോഹിതന്റെ ജീവിത ദർശനങ്ങളും പവിത്രതയും പ്രൗഢഗംഭീരമായ വാഗ്ദോരണിയിലൂടെ ഒരു ജനതയിലേക്ക് ചൊരിഞ്ഞ് അവരെ ദൈവകാരുണ്യത്തിൻ്റെ നൈർമല്യത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ച വിശുദ്ധ അന്തോണീസിൻ്റെ നാവാണിത്. ജീവിതകാലം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തെ സ്തുതിക്കാൻ സഹജീവികളെ നിരന്തരം പഠിപ്പിക്കുകയും ചെയ്ത വിശുദ്ധന്റെ ജീവിതം അങ്ങയുടെ മുന്നിൽ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അഴുകാത്ത ഈ നാവ് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഈ നാവുകളാണ് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ദൈവസ്നേഹത്തിൻ്റെ കരുണാവർഷമായത്. ഈ നാവുകളാണ് പാതുവായിലെ ജനങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത്. ഈ നാവുകളാണ് ദൈവത്തെ പാടി പുകഴ്ത്തിയത്. വിശുദ്ധ അന്തോണീസിൻ്റെ തിരുശേഷിപ്പിലൂടെ ദൈവം അടയാളപ്പെടുത്തിയത് കാത്തുസൂക്ഷിക്കാനും വരും തലമുറയ്ക്ക് ഓർമ്മപ്പെടുത്തലാവാനും ഈ ദൈവദാസന് ഒരാലയം നമ്മൾ നിർമ്മിക്കണം. അഴുകാത്ത ഈ വിശുദ്ധ നാവ് ദൈവസ്നേഹം സ്തുതിക്കാൻ ഏവരെയും പ്രാപ്തരാക്കട്ടെ. അവിടുത്തെ ദിവ്യസ്നേഹം ലോകം മുഴുവൻ പ്രകാശം ചൊരിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേൽ ഹല്ലേലൂയ. അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ചതിനെ നനയ്ക്കുന്നു, അങ്ങതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു. ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു, അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്കു ധാന്യം നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേൽ ഹല്ലേലൂയ. അവിടുന്ന് അതിൻ്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു, കട്ടയുടച്ചു നിരത്തുകയും മഴ വർഷിച്ചതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു,
സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ടു മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിന്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചൊരിയുന്നു. കുന്നുകൾ സന്തോഷമണിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് ആവൃതമാകുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ടവ ആർത്തുപാടുന്നു. ഈ നാട്ടിലെന്താ വിശ്വാസികളാരുമില്ലേ? എത്ര അനാഥമായിട്ടാണ് ഈ ദേവാലയം കിടക്കുന്നത്. റൊമിനി എന്ന ഈ പട്ടണത്തിൽ അവിശ്വാസികൾ വിശ്വാസികളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. സർവശക്തനുമേൽ ആധിപത്യം സ്ഥാപിക്കുകയോ? അവിശ്വാസികൾ അടച്ചുപിടിച്ച കണ്ണുകൾക്ക് തുല്യമാണ്. ഇരുട്ടിനെ മാത്രമേ അവർ തിരിച്ചറിയുന്നുള്ളൂ. വെളിച്ചത്തെ തിരിച്ചറിയണമെങ്കിൽ അവരുടെ ഉൾക്കണ്ണ് തുറക്കണം. വരൂ, നമുക്ക് ആ മണ്ഡപത്തിലേക്ക് പോകാം. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ടാനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിലും നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്നവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നതു കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതമാഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? ഏയ് പുരോഹിത, നിന്നെ കണ്ടാൽ അധികം പ്രായം തോന്നുന്നില്ലല്ലോ. ഇവിടെ നിന്ന് വെറുതെ കണ്ടക്ഷോഭം നടത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾക്കിവിടെ ഒരു വിശ്വാസിയെയും കണ്ടെത്താൻ കഴിയില്ല. വേഗം ഇവിടുന്ന് പൊയ്ക്കോളൂ.
റോമിനി എന്ന ഈ പട്ടണത്തിന്റെ പരമാധികാരിയാണ് ഞാൻ. സർവശക്തനായ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ തന്നെ പരമാധികാരിയായി വർത്തിക്കുമ്പോൾ ഒരു പട്ടണത്തിനു മേലുള്ള പരമാധികാരത്തിന് എന്തു പ്രസക്തി? ഏയ് പുരോഹിത, എന്റെ കോപം നിന്നെ നശിപ്പിക്കുന്നതിന് മുൻപ് പൊയ്ക്കോളൂ. ഇനി ഈ നഗരത്തിൽ നിങ്ങളെ കണ്ടുപോകരുത്. ആന്റണി അച്ചോ, നമുക്കിവിടെ നിന്ന് പോകാം. അതെ അച്ചോ, നമുക്ക് പോകാം. പാപികളുടെ നാടാണിത്. സഹോദരന്മാരെ, നിങ്ങൾ ഒരു നിമിഷം നിൽക്കൂ. ഞാൻ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചിട്ട് വേഗം വരാം. ദേവാലയ സന്ദർശനം വേഗം പൂർത്തിയാക്കണം. ഇനി മടങ്ങി വരരുത്. സകല ചരാചരങ്ങൾക്കും നാഥനായവനെ, നിന്നെ വാഴ്ത്തിപ്പാടാനും നിന്റെ മഹത്വങ്ങൾ വർണ്ണിക്കാനും മാത്രമുള്ള എൻ്റെ നാവിനെ വിലങ്ങിടാൻ ആർക്കും കഴിയില്ല. അങ്ങയുടെ സ്നേഹം ഇനിയും ഇനിയും ഉച്ചത്തിൽ ഞാൻ പ്രഘോഷിക്കും. ദൈവസൃഷ്ടിയിൽ പിറവിയെടുത്തവർ അതിന് കാതോർക്കും. പ്രിയമകനെ, സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. അവർ നിന്റെ അടുക്കലേക്ക് വരും, നീ അവരുടെ അടുക്കലേക്ക് മടങ്ങിപ്പോകുകയില്ല. ഈ ജനത്തിനു മുൻപിൽ ഒരു പിത്തളക്കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, അവർ വിജയിക്കുകയില്ല. എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിപ്പിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. ചെല്ലു, റോമിനി പട്ടണത്തിലെ കടൽക്കരയിൽ നിന്റെ വചനങ്ങൾ കാതില്ലാത്തവരും കേൾക്കും. ഈ പട്ടണത്തിലെ കാതുള്ളവർ ആ കാഴ്ച കണ്ട് നിന്നെ അനുഗമിക്കും. കർത്താവേ, അങ്ങയുടെ ഹിതം ഞാൻ നിറവേറ്റും. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ അവൻ്റെ കാതുകൾ നിത്യജീവൻ പകരുന്ന ദൈവവചനങ്ങൾക്ക് മുമ്പിൽ കൊട്ടിയടച്ചിരിക്കുന്നു. ആയതിനാൽ ദൈവത്തിൻ്റെ രക്ഷയുടെ അടയാളങ്ങളായ മത്സ്യങ്ങളെ, ദൈവസ്നേഹം ചൊരിഞ്ഞ സർവശക്തന്റെ വചനങ്ങൾക്ക് കാതോർക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നോഹയുടെ ജലപ്രളയ കാലത്ത് ദൈവം നശിപ്പിക്കാതെ ജീവനോടെ രക്ഷിച്ചത് നിങ്ങളെയാണ്. തോബിയാസിനെ സംഹരിക്കാനെത്തിയ പിശാചിനെ നിങ്ങളുടെ ചങ്കും കരളും പുകച്ചാണ് അകറ്റിയത്. നിങ്ങളുടെ പിതാമഹന്മാരാണ് യോനാ പ്രവാചകനെ ഉദരത്തിൽ ഒളിപ്പിച്ച് 3 രാവും 3 പകലും യാത്ര ചെയ്ത് നിനവേയിൽ സുരക്ഷിതനായി എത്തിച്ചത്. നിങ്ങളാണ് കർത്താവിന്റെ പ്രിയപ്പെട്ട ഭക്ഷണമായത്. നിങ്ങൾ നൽകിയ നാണയമാണ് കർത്താവ് നികുതിയായി നൽകിയത്. മീൻപിടുത്തക്കാരോടൊപ്പം കഴിഞ്ഞ് അവരിൽ കടലിന്റെ ആഴത്തോളം ദൈവസ്നേഹം ചൊരിഞ്ഞ് സർവശക്തന്റെ വചനങ്ങൾക്ക് കാതോർക്കുവിൻ. ദൈവസ്നേഹത്തിന്റെ മഹിമ ഞാൻ നിങ്ങളിലേക്ക് ചൊരിയാം. സങ്കീർത്തകൻ ഇങ്ങനെ പാടുന്നു: എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികളെത്ര വൈവിധ്യപൂർണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങവയെ നിർമ്മിച്ചു. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. അതാ വിസ്തൃതമായ മഹാസമുദ്രം, ചെറുതും വലുതുമായ സംഖ്യം, ജീവികളെ കൊണ്ടത് നിറഞ്ഞിരിക്കുന്നു. അതിൽ കപ്പലുകൾ അതിശയം, അത്യത്ഭുതം.
ശരി തന്നെ. ഇതുപോലൊരു കാഴ്ച മുമ്പ് കണ്ടിട്ടേയില്ല. സമയം ഭക്ഷണം ലഭിക്കാനവ അങ്ങയെ നോക്കിയിരിക്കുന്നു. അങ്ങു നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു. അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു. അവിടുന്ന് മുഖം മറയ്ക്കും. എന്തത്ഭുതം! ശരി തന്നെ. ഇതുപോലൊരു കാഴ്ച മുമ്പ് കണ്ടിട്ടേയില്ല. അങ്ങ് അവയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിൻവലിക്കും. യേശുവാണ് കർത്താവ്. യേശുവാണ് കർത്താവ്. മാത്രമാണ് കർത്താവ്. യേശു മാത്രമാണ് കർത്താവ്. യേശുവാണ് ഏക ദൈവം. യേശുവാണ് ഏക ദൈവം. യേശുവിൽ മാത്രമാണ് രക്ഷ. യേശുവാണ് ഏക ദൈവം. പിതാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തത്ഭുതം! ഇത് ദൈവത്തിന്റെ പ്രവർത്തനം തന്നെയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവാണ് കർത്താവ്. യേശു മാത്രമാണ് കർത്താവ്. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അങ്ങ് ഞങ്ങളുടെ കണ്ണു തുറപ്പിച്ചു. ദൈവത്തിന് നന്ദി. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്.